നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ലസ്സിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് ജ്യൂസ് ആയാലും അതുപോലെ സ്മൂത്തി ഒക്കെ ആയിട്ട് നമ്മൾ രുചികരത്തിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ പച്ചമാങ്ങ ജ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഒരു ജ്യൂസാണ് ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, അല്ല ഐക്കാർഡായിട്ടോ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഗ്രേപ്സിൽ വെച്ചിട്ടുള്ള ഒരു ലസ്സിയാണ്. ആ ഒരു തൈരും അതുപോലെ തന്നെ ഗ്രേപ്സിൻ്റെയും കോമ്പിനേഷൻ വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കളറിനോട് തന്നെ ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഈ ഒരു ചൂടുള്ള സമയത്ത് നമുക്ക് തണുത്ത ഗ്രേപ്പ് ലസ്സി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ രുചികരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇതുപോലത്തെ റെസിപ്പീസുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്രേപ്പ് ലസ്സി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുവരാം. അപ്പോൾ ഗ്രേപ്സിൻ്റെ ലസ്സി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 കപ്പ് ഗ്രേപ്സ് ആണ്. ഇത് ഏകദേശം അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 165 ഗ്രാം വരും. പിന്നെ വേണ്ടത് നല്ല കട്ട തൈരാണ്, അധികം പുളിയൊന്നും ഇല്ലാത്തതാണ്. 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് നല്ല തണുത്ത പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാര ഗ്രേപ്സിൻ്റെ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഇത് സീഡ്ലെസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കട്ട തൈരാണ്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കൂടുതൽ. അപ്പോൾ ഇത് ഞാനിനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ലസ്സി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം മധുരമൊക്കെ ചേർത്തത് പാകമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അടിച്ചതിന് ശേഷം മധുരം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഇത് പാകത്തിനാണ്. പിന്നെ അധികം പുളിയുള്ള തൈര് എടുക്കാതിരിക്കാൻ നോക്കണം. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ ഗ്രേപ്പ് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തണുത്തതാണ്, കുടിക്കാൻ നല്ല സുഖമാണ്. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു കളറാണ്. എല്ലാവർക്കും ഒന്ന് കുടിച്ചു നോക്കാൻ എങ്ങനെയായാലും തോന്നും. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻസ് ആയിട്ട് അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.